ഹലോ ഗ്രേ മീഡിയസിലേക്ക് സ്വാഗതം. കളങ്കാവലിൻ്റെ 5-ാം ദിനമാണ്. ഇന്ന് ചൊവ്വാഴ്ച ഉച്ചവരെയുള്ള കളക്ഷൻ റിപ്പോർട്ടുകളുമായിട്ടാണ് നമ്മൾ കടന്നു വന്നിരിക്കുന്നത്. അതിനു മുന്നോടിയായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ഒപ്പം മമ്മൂട്ടി ഫാൻസ് നിങ്ങൾ തിയേറ്ററിലേക്ക് ചെല്ലുക. തീർച്ചയായും നിങ്ങൾ വിചാരിച്ചാൽ 100 കോടി ക്ലബ്ബിലേക്ക് കയറുന്നതാണ്. ഇന്നു മുതൽ നിങ്ങൾ അറിഞ്ഞു പ്രവർത്തിച്ചാൽ സിനിമ 100 കോടി ക്ലബ്ബിലേക്ക് കയറും എന്ന് തന്നെ പറയാം. ഇപ്പോൾ നമുക്ക് സിനിമയുടെ ബാക്കി വിശേഷങ്ങളിലേക്ക് വരാം. മണിക്കൂറിൽ 5120 മുകളിലുള്ള ടിക്കറ്റുകൾ ഉച്ചയ്ക്ക് ശേഷം സിനിമയ്ക്ക് വിറ്റുപോയിക്കൊണ്ടിരിക്കുന്നു. വീണ്ടും അത് കുതിച്ചുയരുന്ന കാഴ്ചകൾ തന്നെ കാണാൻ കഴിയുന്നു. ഈ ഒരു മണിക്കൂറിൽ ഏകദേശം 3 മണിക്ക് നമുക്ക് ചെയ്യുന്ന വീഡിയോയിൽ നമുക്ക് കാണാൻ കഴിയുന്നത് ഏകദേശം 4000-ന് മുകളിലുള്ള ടിക്കറ്റുകൾ വിറ്റുപോയിക്കൊണ്ടിരിക്കുന്നു. നല്ല ഒരു മുന്നോട്ടമാണ് സിനിമയ്ക്ക് പോകുന്നത്. 50 കോടി ക്ലബ്ബിലേക്ക് കയറിയ ദിവസമാണ് സിനിമ. വളരെ ഫാസ്റ്റസ്റ്റായി മമ്മൂട്ടി സിനിമകളിൽ 50 കോടിയിലേക്ക് കയറുന്ന ചിത്രമായി മാറിയിരിക്കുകയാണ് കളങ്കാവൽ. ഇന്നലെ വരെയുള്ള ആ ഒരു കളക്ഷൻ എങ്ങനെയാണോ അത് തന്നെ തുടരുന്ന കാഴ്ചയും നമുക്ക് കാണാൻ കഴിയുന്നു. അപ്പോൾ നമുക്ക് ഇന്നത്തെ ഉച്ചവരെയുള്ള കളക്ഷൻ റിപ്പോർട്ടുകളിലേക്ക് കടന്നു വരാം. സിനിമ 1406ഓളം ഷോകളാണ് ഇന്ന് ട്രാക്ക് ചെയ്യപ്പെട്ടിട്ടുള്ളത്. അതിനകത്തിൽ തന്നെ 1,04,000-ന് മുകളിലുള്ള ടിക്കറ്റുകളാണ് വിറ്റുപോയിരിക്കുന്നത്. അതും 26% ഒക്യുപ്പൻസിയിൽ. സിനിമയുടെ കളക്ഷനായി വന്നിരിക്കുന്നത് 1,71,97,000 രൂപയോളം, അതായത് 1,72,00,000 രൂപ എന്ന് വിളിക്കാം. മികച്ച രീതിയിലുള്ള കളക്ഷൻ, അതായത് സിനിമ ഇന്നും 2 കോടിക്ക് മുകളിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇന്നലെ 3 കോടിയോളമാണ് സിനിമയുടെ കേരള ബോക്സ് ഓഫീസിലെങ്കിൽ ഇന്ന് ഒരുപക്ഷേ 2.5 കോടി അതിന് മുകളിലേക്ക് എത്തുമെന്നുള്ള പ്രതീക്ഷ തന്നെയാണ്. ട്രാക്ട് കളക്ഷൻസിലൂടെ മാത്രമായി 18,45,00,000 രൂപയാണ് സിനിമ നേടിയിരിക്കുന്നത്. ഇന്നലെയും സിനിമയ്ക്ക് 130-ന് മുകളിലുള്ള ലേറ്റ് നൈറ്റ് ഷോസ് ആഡ് ചെയ്യപ്പെടുകയുണ്ടായി. ഇന്നും സിനിമയ്ക്ക് അതേപോലെ തന്നെ ഉണ്ടാകുമെന്നുള്ള പ്രതീക്ഷ തന്നെയാണ്. നോർത്ത് അമേരിക്കയിൽ നിന്ന് മാത്രമായി 1,50,000-ന് മുകളിലുള്ള ഡോളറാണ് സിനിമ 2 ദിവസം കൊണ്ട് നേടിയിരിക്കുന്നത്. വീണ്ടും സിനിമ കുതിച്ചു പായുമ്പോൾ 3 ദിവസത്തെ കളക്ഷൻ റിപ്പോർട്ടുകൾ നമുക്ക് ലഭിച്ചിരുന്നത് 44,15,00,000 രൂപയാണ്. 4 ദിവസം കൊണ്ട് സിനിമ 49 കോടിക്ക് മുകളിൽ എത്തിയിട്ടുണ്ടാകാം. അല്പസമയത്തിനുള്ളിൽ നമുക്കതിൻ്റെ കളക്ഷൻ റിപ്പോർട്ടുകൾ വരും. ചൊവ്വാഴ്ചയും സിനിമയ്ക്ക് പ്രീസെയിലായി വന്നത് 72 ലക്ഷം രൂപയ്ക്ക് മുകളിലാണ്. മികച്ച രീതിയിൽ തന്നെയുള്ള തുടക്കം ചൊവ്വാഴ്ചയും കിട്ടിയ സിനിമ 50 കോടിയും കടന്ന് മുന്നോട്ട് കുതിക്കുന്നു. തമിഴ്നാട്ടിലും സിനിമയ്ക്ക് മികച്ച രീതിയിലുള്ള സ്റ്റഡി കളക്ഷനുമായി മുന്നോട്ട് പോകാൻ കഴിയുന്നു. 1.5 കോടിയോളമാണ് സിനിമ 4 ദിവസം കഴിഞ്ഞപ്പോൾ തമിഴ്നാട് ബോക്സ് ഓഫീസിൽ നിന്ന് നേടാൻ കഴിഞ്ഞിരിക്കുന്നത്. മമ്മൂട്ടിയുടെ കൊടൂരമായ പ്രകടനം കൊണ്ട് സമ്പന്നമായ ഈ ഒരു ചിത്രം മലയാള സിനിമയിൽ അത്ഭുതം തീർത്തിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് ലോകമെമ്പാടും പറയുന്നത്. ഹാഫ് മലയാളം ഹാഫ് തമിഴ് എന്ന് തന്നെയാണ് തമിഴിലുള്ള ഏറിയ പങ്കാളുകളും ഈ ഒരു സിനിമയെ വിശേഷിപ്പിക്കുന്നത്. മമ്മൂട്ടിയുടെ കൊടൂര പ്രകടനവും ഒപ്പം ഗംഭീര സിനിമയും എന്ന് അവർ വാഴ്ത്തുമ്പോൾ തമിഴിലും സിനിമ വമ്പൻ വിജയമാണ്. ഇറങ്ങിയ എല്ലാ സ്ഥലങ്ങളിലും സിനിമ അമ്മാതിരി കൊടൂര തൂക്കി മുന്നോട്ട് പോവുകയാണ്. ഇനി നമുക്ക് ഫുൾ വീഡിയോയും ഫുൾ കാര്യങ്ങളുമായി വൈകുന്നേരം വരാം.